പത്മനാഭ മുകുന്ദ മാധവ പത്മിനി രമണ അച്യുതാനന്ദ പത്മശങ്ക ഗദാരി ശോഭിത പണി പത്മ രമാ ഭക്തവത്സല മുക്തി ദായക ചിത്സ്വരൂപ പുരാണ പുരുഷ കൃഷ്ണ ദാമോദര അച്യുതാനന്ദ പക്ഷിവാഹന പാഹിമാ എല്ലാവർക്കും नमस्कार। थोड़ा सुपर मोटर नहीं बाहर का പെർഫെക്റ്റ് ആണ്। ഒരുപാട് സന്തോഷം ഇങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെ തനതായ സംഗീതം, തനതായ ഭക്തി സംഗീതത്തിന് ഇങ്ങനെ അവസരം ലഭിച്ചത്. ഞാനിപ്പോൾ പാടിയത് ധ്യാനി അഥവാ ധ്യാനി എന്നാണ് പറയുക. ദീപാരാധന സമയത്ത് നമ്മൾ പാടേണ്ടതാണ്. ധ്യാനി എന്നാൽ ഓരോ പൂജയ്ക്കും വ്യത്യസ്ത രാഗത്തിലുള്ള ധ്യാനികൾ പാടുന്നതാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ദീപാരാധനയ്ക്ക് നാട്ട അല്ലെങ്കിൽ സാമന്തമലഹരി എന്നുള്ള രാഗമാണ്. അങ്ങനെയാണ് സോപാന സംഗീതം തുടങ്ങുക. നമുക്കറിയാം കുറച്ച് കാലങ്ങളേ ഉള്ളൂ നമ്മുടെ ഈ കേരളത്തിൻ്റെ സംഗീതം ലോകമെമ്പാടും എത്തിത്തുടങ്ങിയിട്ടുള്ളൂ. നമുക്ക് പോലും കുറച്ച് കാലങ്ങളെ എടുത്ത് പരിചിതമായിട്ട് അല്ലേ. കുറച്ച് കാലം മുമ്പ് വരെ ഏത് വാദ്യം കൊണ്ടുപോയാലും, അത് ഇടയ്ക്കാണെങ്കിലും മൃദംഗമാണെങ്കിലും മദ്ദളമാണെങ്കിലും ഇതേ ചെണ്ടയും കൊണ്ട് പോകണമെന്നേ പറയുള്ളൂ അല്ലേ. അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ പുതിയ സോഷ്യൽ മീഡിയ, പുതിയ പരിചയങ്ങളായതിലൂടെ നമ്മുടെ വാദ്യങ്ങളും നമ്മുടെ ക്ഷേത്രകലകളെല്ലാം കണ്ട് പരിചിതമായി. നമുക്കറിയാം നമ്മുടെ സ്വന്തം നന്ദഗോവിന്ദം ഇതുപോലെ ലോകമെമ്പാടും ആ ഭക്തി ഗാനങ്ങൾ, ഭക്തി കീർത്തനങ്ങൾ, ഭക്തി ഭജനകൾ പാടി ലോകത്തെ കീഴടക്കുകയാണ്. അപ്പോൾ അത് ഭക്തിയുടെ സമയമാണ്. നമ്മൾ പഴയ ആൾക്കാർക്ക് പ്രത്യേകിച്ച് അറിയാം. സാറ് പറഞ്ഞു ഈ ക്ഷേത്രം ഉണ്ടാക്കിയെടുക്കാനൊരു ബുദ്ധിമുട്ട് 90 കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ 80 അവസാനം. അതിനൊക്കെ മുമ്പ് നിങ്ങൾ അവിടെ നിന്ന് പോകുന്ന സമയത്തുണ്ടായിരുന്ന കേരളമല്ല ഇന്ന് അല്ലേ. ആ കാലഘട്ടത്തിൽ ചിലപ്പോൾ നിങ്ങൾ സോപാന സംഗീതം കേട്ടിട്ടുണ്ടാവില്ല, കണ്ടിട്ടും ഉണ്ടാവില്ല. ഗുരുവായൂർ പോണവർ ചിലപ്പോൾ അകത്ത് കണ്ടിരിക്കാം. അഷ്ടപതിയാണ് കൂടുതലും ഗുരുവായൂർ പാട്. അങ്ങനെയുള്ള കാലഘട്ടത്തിലും ആ ദാരിദ്ര്യത്തിലും ഇങ്ങനെയുള്ള കലകളെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മളിലേക്ക് എത്തിച്ച ഒത്തിരി ആചാര്യന്മാരുണ്ട്. അതായത് ആ കാലഘട്ടത്തിലെ അവരുടെ മക്കൾക്ക് ഇത് കൊണ്ടുപോയി നടക്കാൻ പറ്റാത്തതുകൊണ്ട് പലരും ബോംബെയിലേക്കും പൂനെയിലേക്കൊക്കെ പോന്നിട്ടുണ്ട്. അവർ പലരും ഇപ്പോൾ എൻ്റെ അടുത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയും അന്നത്തെ ദാരിദ്ര്യത്തിൽ ഞങ്ങൾക്ക് നിവൃത്തിയില്ലാണ്ട് നാടുവിടേണ്ടി വന്നു. പക്ഷെ ഇപ്പോഴും ഭയങ്കര ആഗ്രഹം ഇതൊക്കെ പഠിച്ചെടുക്കാമെന്ന്. എപ്പോഴും നമ്മൾ സ്മരിക്കുന്നതും എപ്പോഴും ചിന്തിക്കുന്നതും ആ പൂർവ്വരെ കുറിച്ചാണ്. അവരത് കൈവിടാതെ ആ ദാരിദ്ര്യത്തിലും അത് കൈവിടാതെ നമ്മളിലേക്ക് എത്തിച്ചത് കൊണ്ടാണ് നമ്മളിന്ന് കാണുന്ന ചെണ്ടയും ചെണ്ടമേളവും മദ്ദളവും പഞ്ചവാദ്യവും ഇടയ്ക്കയും സോപാന സംഗീതമൊക്കെ കാണുവാനും ആസ്വദിക്കാനും കാണുന്നത്. എന്നും നമ്മൾ ആ ഗുരുനാഥന്മാർക്ക് കടപ്പെട്ടവരാണ്. ആ ഗുരുനാഥന്മാരുടെ പാതകളിൽ നമിക്കുന്നു. എൻ്റെ ഗുരുനാഥൻ്റെ പേര് ശ്രീ കാവിലുണ്ട് കൃഷ്ണവാര്യർ.
എൻ്റെ സ്വദേശം എറണാകുളമാണ്. എറണാകുളമാണ് ഏലൂർ എന്ന് പറഞ്ഞ ഗ്രാമം. എന്തായാലും ഇങ്ങനെയുള്ള നമ്മുടെ ക്ഷേത്രകളിൽ പ്രോത്സാഹിപ്പിക്കുന്ന നിങ്ങളെല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. സാറ് പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിൽ അനുഗ്രഹം കൊണ്ട് പുതിയ കീർത്തനങ്ങൾ നിങ്ങൾ കണ്ടു കേട്ടു. അതുകൊണ്ട് പലരും കുറേ ലിസ്റ്റുകൾ തന്നിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിട്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത കീർത്തനത്തിൽ